ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ വചനം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സക്രിയ പുരോഹിതനെയും എലിസബത്തിനെയും കുറിച്ചാണ് ഈ വചനം പറയുന്നത്. സത്യത്തിൽ ഇവർ വലിയ വിശുദ്ധരായിട്ടുള്ള 2 ദമ്പതികളായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവത്തോട് അടുത്ത് ജീവിക്കുകയും പ്രാർത്ഥനയിലും ദൈവഭയത്തിലും ജീവിച്ച വളർന്ന മക്കളായിരുന്നു ഇവർ. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇവർ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. ആ കുഞ്ഞിൻ്റെ പേര് നമുക്കറിയാം, യോഹന്നാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാറുണ്ട്. എന്നാൽ ചില കുറവുകൾ, ചില ബലഹീനതകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല. സത്യത്തിൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹം തരാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നണ്ട. നമ്മൾ കൂടുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് റിസൾട്ട് തരും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.